എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബോർഡർ ഗാവസ്കർ പരമ്പരയിലെ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് നാണംകെട്ട തോൽവി. അവസാന ദിനം ചായയുടെ ഇടവേള വരെ സമനില പ്രതീക്ഷ നൽകിയ ശേഷം അവസാന സെഷനിൽ ഇന്ത്യ കളികെ വിടുകയായിരുന്നു. ഓസ്ട്രേലിയ ഉയർത്തിയ 340 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യയുടെ പോരാട്ടം 155 റൺസിൽ അവസാനിച്ചു. 184 റൺസ് ജയത്തോടെ ഓസീസ് പരമ്പരയിൽ മുന്നിലെത്തി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തുന്ന രണ്ടാമത്തെ ടീമാകാനുള്ള ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാകുന്ന തോൽവി. 321 റൺസെന്ന നിലയിൽ നിന്നാണ് അവസാന സെഷനിൽ ഇന്ത്യ തോൽവി വഴങ്ങിയത്. അവസാന ദിനം ചായയ്ക്ക് പിരിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസെന്ന ഭേദപ്പെട്ട നിലയിലായിരുന്നു ഇന്ത്യ. അവസാന 7 വിക്കറ്റുകൾ വെറും 34 റൺസിനിടെയാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, KL രാഹുൽ, വിരാട് കോഹ്ലി എന്നിവരെ 33 റൺസിനിടെ നഷ്ടമായ ഇന്ത്യയ്ക്ക് 4ാം വിക്കറ്റിൽ ഒന്നിച്ച ജയ്സ്വാൾ, ഋഷഭ് സഖ്യം ക്രീസിൽ ഉറച്ചുനിന്ന് പ്രതീക്ഷ സമ്മാനിച്ചിരുന്നു. 88 റൺസ് കൂട്ടിച്ചേർത്ത സഖ്യം ഇന്ത്യയെ സമനിലയിലെത്തിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ട്രാവിസ് ഹെഡിന്റെ പന്തിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് ഋഷഭ് പുറത്താകുന്നത്. 104 പന്തുകൾ ക്ഷമയോടെ നേരിട്ട് 2 ബൗണ്ടറികൾ മാത്രം നേടി 30 റൺസെടുത്ത പന്ത് പെട്ടെന്ന് പ്രതിരോധ പാടങ്ങൾ മറന്നുപോയി. അതോടെ തകർച്ചയും തുടങ്ങി. ഇരുവർക്കും മാത്രമാണ് രണ്ടാം ഇന്നിംഗ്സിൽ 2 അക്കം കടക്കാനായത്. പിന്നാലെ അതിവേഗം രവീന്ദ്ര ജഡേജയും ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ കാത്ത് നിതീഷ് കുമാർ റെഡ്ഡിയെയും പുറത്താക്കി ഓസീസ് ഇന്ത്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പിന്നാലെ ഇന്ത്യയുടെ അവസാന പ്രതീക്ഷയായിരുന്ന ജയ്സ്വാളിനെ വീഴ്ത്തി കമ്മിൻസ് ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കടുപ്പമാക്കി. വിവാദമായ DRS തീരുമാനത്തിലായിരുന്നു ജയ്സ്വാളിന്റെ മടക്കം. കമ്മിൻസിന്റെ പന്തിൽ ക്യാച്ചിന് വിക്കറ്റ് കീപ്പർ അപ്പീൽ ചെയ്യുകയായിരുന്നു. എന്നാൽ സ്നിക്കോ മീറ്ററിൽ പന്ത് താരത്തിന്റെ ബാറ്റിലോ ഗ്ലൗവിലോ തട്ടിയതായി തെളിഞ്ഞില്ല. പക്ഷേ പന്തിന്റെ ഗതിമാറ്റം കണക്കിലെടുത്ത് TV അമ്പയർ ഔട്ട് വിധിക്കുകയായിരുന്നു. തീരുമാനത്തിൽ ഫീൽഡ് അമ്പയർമാരോട് പ്രതിഷേധം അറിയിച്ചാണ് ജയ്സ്വാൾ ക്രീസ് വിട്ടത്. 208 പന്തിൽ നിന്ന് 8 ബൗണ്ടറിയടക്കം 84 റൺസെടുത്താണ് താരം മടങ്ങിയത്. ജയ്സ്വാൾ മടങ്ങിയതോടെ ഓസീസ് വിജയം ഉറപ്പിച്ചിരുന്നു. പിന്നാലെ എത്തിയ ആകാശദീപ് 17 പന്തുകൾ പിടിച്ചുനിന്ന് 7 റൺസുമായി മടങ്ങി. തുടർന്ന് ബുംറയെയും സിരാജിനെയും മടക്കി ഓസീസ് വിജയം പൂർത്തിയാക്കി. ഓസീസ് വിജയം ആഘോഷിക്കുമ്പോൾ 45 പന്തുകളിൽ നിന്ന് 5 റൺസുമായി വാഷിംഗ്ടൺ സുന്ദർ പുറത്താകാതെ നിൽപ്പുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കായി പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളണ്ടും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. നഥാൻ ലിയോണെ 2 വിക്കറ്റെടുത്തു. എന്തായാലും ഇന്ത്യ മറ്റൊരു ടെസ്റ്റിൽ കൂടെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന പ്രതീക്ഷ അവതാളത്തിലായി. ഇന്ത്യയ്ക്ക് പിഴക്കുന്നത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും ആണ്. രോഹിത് വിരമിക്കണം എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.